അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈദിനൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് മതി ഇതിന്. ആദ്യം നമുക്ക് 1/2 കപ്പ് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. 1/2 കപ്പ് ഷുഗറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം, എങ്കിലേ നമുക്ക് കരിഞ്ഞു പോകാതെ കിട്ടുകയുള്ളൂ. ഷുഗർ ഈ കളറായി കിട്ടുമ്പോൾ നമുക്ക് ഇതിലോട്ട് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ചൂടില്ലാത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഒന്ന് വിട്ട് നിൽക്കാൻ ശ്രദ്ധിക്കുക, കാരണം ഇത് തെറിക്കാൻ സാധ്യതയുണ്ട്. പാലൊഴിക്കുമ്പോൾ ഷുഗറൊക്കെ ഇതേപോലെ കട്ടയായിട്ടാണ് ഉണ്ടായിരിക്കുക, പിന്നെ അത് അലിഞ്ഞു വന്നോളും. ഇത് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുത്ത് വരാം. അപ്പോൾ നമ്മുടെ കാരമലൈസ്ഡ് ഷുഗർ ഇവിടെ റെഡിയായി. അടുത്തതായി നമുക്ക് 1/2 കപ്പ് പാല് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പാലാണ് നമ്മൾ മൊത്തമായിട്ട് ഈ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/4 കപ്പ് പാലിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് ഒട്ടും നിർബന്ധമില്ല. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് മധുരം വേണമെങ്കിൽ കുറച്ചുകൂടെ ഷുഗർ ചേർത്ത് കൊടുക്കാം. പുഡിംഗ് ഒക്കെ ആകുമ്പോൾ എല്ലാവർക്കും അത്യാവശ്യം നല്ല മധുരം വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു മധുരമാണ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഇത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നല്ല പോലെ തണുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. 5 to 6 hours വെച്ചാൽ മതിയാവും. അപ്പോൾ തന്നെ നമുക്കിത് സെറ്റായി കിട്ടും. ഇവിടെ ഓവർനൈറ്റാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതാ പുഡിംഗ് ഇവിടെ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗാണിത്. നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് വിട്ട് കിട്ടും. ഇനി ഇത് വേറെ പാത്രത്തിലോട്ട് നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്യാം. ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് തന്നെ കോരിയെടുക്കാവുന്നതാണ്. ഇനി ഇത് നട്ട്സോ ചോക്ലേറ്റോ ഒക്കെ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. കാരമലൈസ്ഡ് നട്ട്സ് ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റുമായിരിക്കും. അപ്പോൾ വളരെ എളുപ്പമാണ് ഈ പുഡിംഗ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.